ഫെഡെക്സ് കാർഗോ വിമാനത്തിന് പക്ഷിയിടിച്ചതിനെ തുടർന്ന് തീപിടിച്ചു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ന്യൂയോർക്കിലെ ന്യൂ ജേഴ്സി വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടനെയാണ് സംഭവമുണ്ടായതെന്ന് അധികൃതർ അറിയിച്ചു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. തീപിടിച്ച ഉടൻ തന്നെ നോവാർക്ക് ലിബർട്ടി ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം എമർജൻസി ലാൻഡിംഗ് നടത്തി. വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടെയാണ് പക്ഷിയിടിച്ചത്. ഇത് എഞ്ചിൻ തകരാറിന് ഇടയാക്കുകയും ചെയ്തു. ഇൻഡ്യാനാപോളിസിലേക്ക് പോയ വിമാനം പ്രാദേശിക സമയം 8 മണിയോടെ തിരിച്ചെത്തിയെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. വിമാനത്തിന് തീപിടിച്ചതിനെ തുടർന്ന് താൽക്കാലികമായി മറ്റ് വിമാനങ്ങളുടെ സർവീസ് നിയന്ത്രിച്ചുവെന്ന് ഫെഡറൽ ഏവിയേഷൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു. വൈകാതെ തന്നെ സർവീസ് പുനരാരംഭിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി. ടേക്ക് ഓഫ് ചെയ്ത് 10 മിനിറ്റിനകം വിമാനത്തിന്റെ വലതുവശത്തുള്ള എഞ്ചിന് തീപിടിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറെ മാസങ്ങളായി US-ൽ വിമാനാപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നതിനിടെയാണ് പുതിയ സംഭവം. ജനുവരി 30-ാം തീയതി അമേരിക്കൻ എയർലൈൻ വിമാനം US സൈനിക ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് 67 പേർ മരിച്ചിരുന്നു. 2009-ന് ശേഷം US-ലുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തമായിരുന്നു ഇത്. ഇതിന് പിന്നാലെ വാഷിംഗ്ടണിൽ നടന്ന വിമാനാപകടത്തിൽ 7 പേർ മരിച്ചിരുന്നു.